റോട്ട്വെയിലറിന്റെ സമയത്ത് നമ്മുടെ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന ഒരു മെയിൻ ബെനിഫിറ്റ് എന്തൊക്കെയാ? പുറത്തുനിന്ന് ആരും അനുവാദം കൂടാതെ നമ്മുടെ ഇങ്ങോട്ട് കയറില്ല. ഗേറ്റിൽ ഒരു ബോർഡ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ നിൽക്കുള്ളൂ, അവര് അവിടെ നിന്ന് വിളിക്കുള്ളൂ. അങ്ങനെ ആരെങ്കിലും കടിച്ചിട്ടുള്ള ശീലം ഉണ്ടോ വിത്തൗട്ട് പെർമിഷൻ കയറിയിട്ട്? ഇല്ല, നമ്മുടെ അടുത്ത് ഒന്നാമത്തേല് കേജിന്റെ അകത്തായിരിക്കും. നമ്മളങ്ങനെ സേഫ്റ്റി ഒക്കെ നോക്കിയാണ്. നമ്മുടെ അയലക്കാരൊക്കെ നാട്ടിൻ പ്രദേശമല്ലേ, അവരൊക്കെ ചിലപ്പോൾ അത്യാവശ്യത്തിന് ചിലപ്പോൾ അത് നോക്കില്ല, ഓടി കയറി വരും. അപ്പൊ അതൊക്കെ കാരണം കേജിന്റെ അകത്തായിരിക്കും നമ്മള് മെയിൻ ആയിട്ട് ഉണ്ടാവുക. എന്നാലും പുറത്തൊരാൾ കയറുന്ന സമയത്ത് അലാറം കിട്ടും. പിന്നെ കുറയ്ക്കും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും കൂടി കിടന്ന്. നമ്മളെ വീടിന്റെ ഉള്ളിൽ ഒരാൾ കയറിയിട്ടുണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. വീടിന്റെ ഉള്ളിൽ തന്നെ അറിയാൻ പറ്റും. അതാ ഗേറ്റ് തുറക്കും, ഗേറ്റിന്റെ ഇത് അതിന്റെ ഇത് സൗണ്ട് വരുമ്പോ തന്നെ ആൾക്ക് അലാറം കിട്ടും. 5 സൈഡിൽ നിന്ന് തുടങ്ങും. അപ്പോൾ ഞാൻ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ചെയ്യട്ടെ. രണ്ടാമത്തെ കാര്യം, ജർമ്മൻ ടൈപ്പ് റോട്ട്വെയിലേഴ്സ് ഉണ്ട്, സെർബിയൻ ടൈപ്പ് ഉണ്ട്. ഒന്ന് നല്ല മസ്കുലർ ടൈപ്പ് സംഭവങ്ങൾ, ഒന്ന് ജർമ്മൻ ടൈപ്പ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് കൂടുതൽ നല്ല മസിൽസ് ഉള്ള നല്ല സൈസ് ഉള്ള റോട്ട്വെയിലേഴ്സിനെ വെക്കണേ? കസ്റ്റമേഴ്സ് മൊത്തം അതിനാണ് താല്പര്യം. അവർക്ക് ജർമ്മൻ ടൈപ്പ് അല്ല വേണ്ടേ, അവർക്ക് നല്ല ഹെവി ആയിരിക്കണം, കാണുമ്പോ ഒരു ഭംഗി വേണം, ഹെഡൊക്കെ നല്ല സൈസ് ആയിരിക്കണം, കാളക്കൂറ്റം നിൽക്കണം. അല്ലാണ്ട് ഒരുപാട് വർക്ക് ഒന്നും ഇപ്പൊ ചെയ്യണില്ല. അങ്ങനെ ഒരുപാട് ഡോഗിനെ കൊണ്ട് അങ്ങനെ ഒരുപാട് വർക്ക് ചെയ്യണവരൊക്കെ കുറച്ചുള്ളൂ. ചില ആൾക്കാർക്ക് അങ്ങനെ താല്പര്യമുണ്ട്, അവരങ്ങനെ നോക്കിയാണ് എടുക്കണേ. നോസൊക്കെ നീളമുള്ളത് വേണം അവർക്ക്. ബാക്കിയുള്ളവർക്കൊക്കെ ഷോർട്ട് നോസ് വേണം, ഹെഡ് നല്ല ഇതായിരിക്കണം, നല്ല സൈസ് വേണം. മെയിൻ ആയിട്ട് കാണാനുള്ള ഇതാണ് കൂടുതൽ ആവശ്യക്കാര്. അപ്പൊ നമ്മളും അതനുസരിച്ച് ബ്രീഡ് ആവശ്യക്കാർക്ക് എന്താണോ അത് നോക്കി. പിന്നെ നിങ്ങളെ ടേസ്റ്റ് തന്നെയല്ലേ? അതെ, നമ്മുടെ ബ്രീഡർമാരുടെ ടേസ്റ്റ് അതാണ് ശരിക്കും. ഇതിപ്പോ മെയിൽ പപ്പി, മെയിൽ പപ്പിയാണ്. ഇപ്പൊ ഇവൻ മെയിൽ പപ്പിയാണ്. അടിപൊളി ഗംഭീര സൈസുള്ള നല്ല രസമായിട്ടുള്ള പപ്പീസാണ്. ഇപ്പൊ ഓരോ പപ്പീനെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവന്റെ കളർ കണ്ടില്ലേ നിങ്ങൾ? നല്ല റെഡിഷ് ടാൻ ആണ്, ലൈറ്റ് ടാനും ഉണ്ടാവും, റെഡിഷ് ടാനും ഉണ്ടാവും. നല്ല കളറുള്ള പപ്പീസാണ് കേട്ടോ. കളറിന് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ല, നമ്മളൊന്നുമില്ല. ഒറ്റ ദിവസം മുടങ്ങാണ്ട് മൾട്ടിവിറ്റാമിനും സിറപ്പ് ഇതൊക്കെ കൊടുക്കും, കാൽസ്യം ഇതൊക്കെ കറക്റ്റ് പക്കയായിട്ട് കൊടുക്കും. പിന്നെ അതിന്റെ പുറമെ ഇത് ജെനറ്റിക്സിൽ കിട്ടണം, അതും ഉണ്ടാവും. എന്താ നോക്കിയാൽ അവന്റെ ഫേസിന്റെ ആ ഒരു പ്രൊഫൈലൊക്കെ നിങ്ങൾ നോക്കിയേ, എന്നെ ആറ്റിറ്റ്യൂഡാ നോക്കിയാൽ അവന്റെ ഹെഡ് സൈസും കാര്യങ്ങളൊക്കെ. റോട്ട്വെയിലർ പപ്പീസ്, നല്ല ഹെഡ് സൈസ് ഉള്ള പപ്പീസ് നോക്കുന്ന ആളുകൾ ഒന്ന് അറിഞ്ഞു വെച്ചോ, ഇതേപോലത്തെ പപ്പീസ് ആയിരിക്കും ഒരുപാട് ആളുകൾ സെർച്ച് ചെയ്യുന്നുണ്ടാവുക. കാരണം ഹെഡ് ഇങ്ങനെ നല്ല ഷേപ്പിൽ ഇങ്ങനെ കട്ടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി വരണം, ഇവിടെ നിന്ന് ഇങ്ങനെ കട്ടയ്ക്ക് കറക്റ്റ് ഷേപ്പിൽ ഇറങ്ങി വരണം. എന്നാൽ മാത്രമേ ആളുകൾക്ക് ഒരു ഹെഡ് സൈസ് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ നല്ല ബോൺ സൈസ് ഉള്ള നല്ല ഗംഭീര പപ്പി. ഓ, സമാധാനത്തിൽ കിടന്നിരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവരെ കാണിച്ചില്ല. മെയിൽ പപ്പിയാ? ഫീമെയിൽ പറഞ്ഞുള്ളൂ. ഇതാണ് മെയിൽ പപ്പി, അടുത്ത മെയിൽ പപ്പി. അപ്പൊ ഇവനും മോശമല്ലോ, എല്ലാം നല്ല വെച്ചിട്ടോ. വെറുതെ നിങ്ങൾ നൈസായിട്ട് അത് വെച്ച് എനിക്ക് തന്നല്ലേ. ഇതാണ് അടുത്ത പപ്പി കേട്ടോ കേട്ടോ. ഓക്കെ, ഇത് ഒരു ഇതെന്താ പറയുക, ഇവന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നേരത്തെ കണ്ടതിനേക്കാളും ഇവൻ എന്താ പറയുക, ഇവന്റെ ഒരു ഹെഡ് ടോട്ടലി ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. കുറച്ചൊരു വട്ടമുഖമാണ് ഉണ്ടോ, കുറച്ചൊരു വട്ടമുഖമാണ്. അപ്പോൾ ഈ ആളുകൾ നോക്കുന്ന സമയത്ത് ഈ വായ തുറന്ന് ഡോഗ് നാവ് പുറത്തേക്കിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നൊരു ക്യൂട്ട് ഫേസും കൂടി ഉണ്ട്. അത് കുറച്ചും കൂടി ഇവനായിരിക്കും ബെറ്റർ ആയിട്ട് കിട്ടുക. അപ്പോൾ ക്യൂട്ടായിട്ടുള്ള റോട്ട്വെയിലർ പപ്പി നോക്കുന്ന ആളുകൾക്ക് ഇവനായിരിക്കും നോക്കുന്നത്. ഗ്രീൻ കളറിൽ റിബൺ കെട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അയ്യോ എല്ലാം മെയിൽ പപ്പി അല്ലേ? 12 മെയിലുണ്ട്, 9 എടുത്തിട്ടുള്ളൂ. 3 ഫീമെയിൽ അവിടെ ഉണ്ട്, അത് ബുക്കിംഗ് ആണ്. 3 ബുക്കിംഗ് ആയി. നല്ല ഫീമെയിലുകൾ ആദ്യം കൊടുത്തതാണ്. അങ്ങനെയൊന്നല്ലോ, അല്ല നല്ല ഫീമെയിൽ തന്നെയാണ് ഉള്ളത് അല്ലേ? അത് കാണിച്ചു തരാം, ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഉണ്ടാവും, കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതാണ് അടുത്ത പപ്പി. മെയിൻ ആയിട്ട് ഇപ്പൊ ഗാർഡിംഗ് പർപ്പസിനാണ് ആളുകൾ നോക്കുന്നത്. പർപ്പസ് എന്നുള്ള രൂപത്തിലല്ല ആളുകൾ ചിന്തിക്കുന്നത്. മെയിനായിട്ട് ഗാർഡിംഗ് പർപ്പസ് ആണ്. അപ്പോൾ വീട്ടിലേക്ക് ഒരു ഡോഗിനെ നമ്മൾ വളർത്തുന്ന സമയത്ത് മെയിൽ ഡോഗ് വാങ്ങുന്നത് കുറച്ച് നല്ല സൈസും നല്ല ഗാംഭീര്യത ഉണ്ടാവും. അപ്പം നമ്മൾ ഓണേഴ്സായിട്ട് അറ്റാച്ച്ഡ് ആണ് എപ്പോഴും ഫീമെയിൽ ഡോഗ്സ് ആണ് എപ്പോഴും ഞാൻ പറയാറുണ്ട്. പക്ഷേ നമുക്ക് ആളുകൾ കാണുന്ന സമയത്ത് കുറച്ചും കൂടി ജങ്കായി നിൽക്കണമെങ്കിലും കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നിൽക്കണമെങ്കിലും പിന്നെ ഒരു ഇപ്പം എന്താ പറയുക, വീട്ടിൽ നമ്മളെ മാത്രം ഇപ്പോൾ വീട്ടുകാരെ മാത്രം കുറച്ച് ഗവനിക്കുന്ന പുറമെയുള്ള ആളുകളെ കുറച്ച് ഗവനിക്കാതെ ഒന്ന് പേടിപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ മെയിൽ ഡോഗ് തന്നെയാണ് അടിപൊളി. അപ്പോൾ ഇതാണ് അടുത്ത ആള് ഉണ്ടോ, മെയിൽ പപ്പി അടുത്ത ആള്. ഓക്കെ, ഇത് വൈറ്റ് റിബൺ ആണ്. നോക്കിക്കോ, ഓരോ പപ്പിയും നല്ല റിങ്കിൾസ് ഒക്കെ ഉള്ള പപ്പീനെ നോക്കുന്ന ആളുകൾക്ക് ഈ പപ്പീനെ ഇഷ്ടപ്പെടും ഉണ്ടോ. ഇത് കുറച്ച് ബോഡി ലെങ്ത്തും ഉണ്ട് അല്ലേ, നല്ല ബോഡി ലെങ്ത്തും ഉണ്ട് അല്ലേ പപ്പീസിന്. മൊത്തത്തിൽ ബോഡി ലെങ്ത് ഉണ്ട്, ബോഡി ലെങ്ത്തും ഉണ്ട്. എല്ലാത്തിൻ്റെയും കളർ അടിപൊളി കേട്ടോ. അയ്യോ കേട്ടോ, ഞാൻ വേർത്തിട്ടോ, വെയിറ്റ് നോക്കിയിട്ട് വേർത്താ. ഓക്കെ, അടുത്ത ആൾ ഇതാണ് ബ്ലൂ റിബൺ. ഇവൻ പാവാട്ടാ, ഇവൻ പാവാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വട്ട മുഖമാണ് കേട്ടോ ഇവൻ്റെ. കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഫേസാ കേട്ടോ. ഇപ്പൊ 4 മെയിൽ പപ്പീനെ കണ്ടില്ലേ കേട്ടോ. കണ്ടാ ഒച്ചപ്പാടുമ്പോഴൊക്കെ ആക്കുന്നുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇടക്കിടക്ക് ഇപ്പൊ തന്നെ ഉണ്ട്.
നല്ല മഞ്ഞ കളർ പട്ടൊക്കെ കെട്ടി നിൽക്കണുണ്ടോ? ഇതാണ് അടുത്ത പപ്പി എന്ന് പറയണത്. നല്ല രസമുള്ള, എല്ലാത്തിനും നല്ല ഗംഭീര ഫേസ് ആണ് അല്ലേ? ഭയങ്കര സംശയം നോക്ക്, ഭയങ്കര സംശയത്തിലാട്ടോ എന്നെ നോക്കുന്നത്. നോക്ക്, എന്തോ പ്രശ്നം ഉണ്ട് എന്നുള്ള രൂപത്തിലാണ് എന്നെ നോക്കുന്നതൊക്കെ. ഉണ്ടോ? ഇവൻ എന്നെ നോക്കുന്ന കണ്ടിട്ട് മൂപ്പര് ഓന നോക്കുക. എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ഉണ്ടോ? നല്ല ഗംഭീര ഹെഡ് സൈസ് കേട്ടോ എല്ലാ പപ്പീസും. പപ്പീസിന്റെ ഫാദർ ആരായിരുന്നു? സ്കാങ്ക് എന്ന് പറഞ്ഞ പുതിയ മെയിൽ വന്നിട്ടുണ്ട്. ഷാബുച്ചാന്റെ ഷാരോട്ട് ഖാനല്ല. അങ്ങനെ മെയിലിന്റെ സൂപ്പർ മെയിലാ. സൂപ്പർ മെയിലാ? അതിന്റെ ഒരു ക്വാളിറ്റി ആണ് പപ്പിക്ക് കാണിച്ചാണ്. നല്ല ഫീമെയിലും നല്ല മെയിലും ആയപ്പോ നല്ല ഗംഭീര പപ്പിങ് അല്ലേ? കുറച്ച് ഫോട്ടോസും വീഡിയോസും അയച്ചിരോ? ആയിക്കോട്ടെ. മെയില് പറയാ ഇന്ത്യയിൽ വന്നിട്ട് ഇപ്പൊ ഒരു 6-8 മാസമൊക്കെ ഉണ്ടാവുള്ളൂ. ബ്രീഡിങ് അങ്ങേര് ആദ്യം പുറത്തേക്ക് കൊടുക്കണില്ലാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് പറഞ്ഞ് തന്നു. അത് കഴിഞ്ഞ് വീണ്ടും പുള്ളി പുറത്തേക്ക് കൊടുക്കാനില്ല. ഇപ്പൊ നിലവിൽ ഇപ്പൊ ബ്രീഡിങ് കൊടുക്കണില്ലാന്ന് പറഞ്ഞു. പുള്ളിയുടെ ഫീമെയിലുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയതാണ് അങ്ങനെ ലക്കിക്ക്. അത് നമ്മളെങ്ങനെങ്കിലും എല്ലാവരുടെ സ്നേഹത്തോടെ മൂപ്പര് ആരും വേർപ്പിക്കൂല. നല്ല എല്ലാ ആൾക്കാരായിട്ടും നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യും. അപ്പൊ നല്ല മെയിൽ ഡോഗ്സിന്റെ ഓണർ, നല്ല മെയിൽ ഡോഗ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സബോട്ടോടെ നോ പറയാൻ കഴിയൂല. സബോട്ട് ചിരിക്കും, ചിരിച്ചു വയ്ത്തും. അപ്പോൾ അതാണ് മൂപ്പര് നല്ല രീതിയിൽ ഇതാകുന്നതുകൊണ്ട് നല്ല മെയിലില് നല്ല ഗംഭീരമായിട്ടുള്ള മീറ്റിംഗും കിട്ടി. അതുകൊണ്ട് നല്ല പപ്പീസും കിട്ടി. മൊത്തം 13 കണ്ടോ? കുട്ടി അവള് വന്നതാ. ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് പേടിപ്പിക്കാൻ അവർക്ക് അറിയാം. അതുകൊണ്ട് അതൊക്കെ തന്നെയാണ് കാര്യം പറയുന്നത്. എന്നാൽ എന്നോടുള്ള ഞാൻ സ്ട്രേഞ്ചറാണ്, എന്നോട് വളരെ സമാധാനത്തോടു കൂടിയാണ് പെരുമാറുന്നത്. പക്ഷെ പുറമേ നിന്ന് ആളുകൾ വരുമ്പോൾ പേടിപ്പിക്കാൻ അവർ ശ്രമിക്കും. അപ്പോൾ ആവശ്യമില്ലാത്ത ആളുകൾ വരുമ്പോൾ ഒന്ന് പേടിച്ചാൽ മതിയല്ലോ നമുക്ക് അതാണ് ആവശ്യം. അത് നടക്കും. ഓക്കെ, ഇതാണ് 2 പപ്പി. അടുത്തത് മെയിൽ പപ്പീസ് ആണ്. ഓക്കെ, ഇതൊക്കെ ബുക്കാത്ത പപ്പീസ് അല്ലേ? ബുക്കിംഗ് എടുത്തു തുടങ്ങിയില്ല. കുറെ ടീമുകൾ ഫോട്ടോസ് ഒക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ. പിന്നെ നമ്മളൊരു 40-45-50 ദിവസം കഴിയാണ്ട് പപ്പീസിന് അങ്ങനെ കൊടുക്കലില്ല. അത് വേറൊരു കാര്യം അല്ലേ? 40 ദിവസം കഴിഞ്ഞ് എല്ലാവരും കൊടുക്കുമ്പോൾ നമ്മൾ 60 ദിവസം കഴിഞ്ഞാൽ ഏകദേശം ആ റേഞ്ചിലേ കൊടുക്കുള്ളൂ. അത്യാവശ്യം കംപ്ലൈന്റുകളൊക്കെ തീർത്ത് കാണാനും അപ്പൊ എനിക്ക് അറിയാൻ പറ്റും. നമുക്ക് പല പപ്പിയും പല റേറ്റാണ് നമ്മുടെ അടുത്ത്. അപ്പൊ വന്ന ആൾക്ക് നമ്മൾ റേറ്റ് പറയുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ. പല പപ്പിയും പല റേറ്റാ. അപ്പൊ വന്ന ആൾക്കാർക്ക് നമ്മൾ റേറ്റ് പറയുമ്പോൾ ആ പപ്പി ഈ പപ്പി തമ്മിലുള്ള വ്യത്യാസം അവർ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. പല പപ്പിക്ക് പല റേറ്റ് അതിന്റെ കാരണം എന്താണെന്നുള്ളത് നേരിട്ട് മനസ്സിലാവും. അപ്പൊ അതൊരു 10-60 ദിവസം കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. അത് കാരണം നമ്മൾ അത്ര ഹോൾഡ് ചെയ്യുന്നു. നമുക്ക് എക്സ്പെൻസ് കൂടുതലാണ്, പക്ഷെ അത് നോക്കണല്ലോ, നമ്മള് നിർത്തി നല്ല പപ്പി അനുസരിച്ചാണ് റേറ്റ് പറയുന്നത്. അതെ അതെ. അപ്പൊ അത് മനസ്സിലായി കേട്ടോ. ഇനി റേറ്റ് പറയാത്ത എന്താണെന്ന് ഞാൻ വേറൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന ദിവസം 10-ാം തീയതിയോ? 10-ാം തീയതിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ 14-ാം തീയതി 15-ാം തീയതിക്ക് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാവാം. ഈ 5 ദിവസം കൂടി പപ്പി വളർന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ടതിന് പിറ്റേന്ന് തന്നെ എല്ലാ പപ്പിയും ചന്നം, പിന്നെ ആൾക്കാരോട് ക്യൂ എന്ന് കൊണ്ടുപോകില്ല. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യുക, കുറച്ച് സമയമെടുത്ത് അന്വേഷിച്ച് പിടിച്ച് കാര്യങ്ങളൊക്കെ എടുക്കുക. അത്രയും ദിവസം പപ്പീനെ പുള്ളി ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പപ്പിക്ക് ചിലവുകളുണ്ട്. പപ്പീനെ ഇപ്പോൾ ഒരു 60 ദിവസം 90 ദിവസമായി കഴിഞ്ഞാൽ പപ്പിക്ക് ട്രെയിനിങ് ചെറുതായിട്ട് കൊടുക്കേണ്ട സമയമായി. ഇപ്പോൾ ഫുഡ് മാത്രം കൊടുത്താൽ പോരാ, അപ്പോൾ ട്രെയിനിങ് കൂടി കൊടുക്കേണ്ട സമയമായി. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒരു ബ്രീഡർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ആ പ്രൈസ് റേഞ്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത്, ഒരു വീഡിയോയിൽ ഞാൻ റേഞ്ച് പറയാത്തത്. പിന്നെ എല്ലാ വീഡിയോയിലും 20,000 രൂപ മുതൽ 1,00,000 രൂപ വരെ എന്നുള്ള റേഞ്ചാണ് എനിക്ക് പറയാൻ പറ്റുക. അത് ഞാൻ പറയുന്നുണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. അത് വല്ലാത്തൊരു റേഞ്ചും ആയിപ്പോൾ. അപ്പോൾ നിങ്ങൾ എന്നെ ട്രോളും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഡയറക്റ്റ് ബ്രീഡറെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പപ്പിനെ ഇഷ്ടപ്പെട്ടല്ലോ, അതുകൊണ്ടായിരിക്കും നിങ്ങൾ റേറ്റ് അന്വേഷിക്കുന്നതിനാണ്. അപ്പോൾ ഡയറക്റ്റ് മൂപ്പരെ വിളിച്ചെന്ന് ചോദിക്കുക. വിളിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ, എത്ര ആണെങ്കിലും വിളിച്ചോളി, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് അടുത്ത 2 പപ്പി കേട്ടോ. ഓക്കെ, അടുത്ത ഒരു പപ്പിനെ കൂടി കാണിച്ചു കൊടുത്താലോ? കുറച്ചുകൂടി സ്നേഹം കാണിക്കണ്ടല്ലോ അല്ലേ? എന്താണ് എന്താ നോട്ടം? സംഭവം സ്നേഹത്തോടെ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്കും ഒരു പേടി ഉണ്ടാവും കേട്ടോ. ഹെഡൊക്കെ നോക്കി നോക്ക്, ഉണ്ടോ? ആ ഒരു പേടി ആൾക്കാർക്ക് കിട്ടിയാൽ മതി. ഇത് മെയിൽ പപ്പി, ഇത് ഫീമെയിൽ പപ്പി. ഇതാണ് ഫീമെയിൽ പപ്പി. അപ്പോൾ ഒരൊറ്റ ഫീമെയിൽ പപ്പി എപ്പോഴും ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ബ്രീഡിങ്ങിന് പറ്റുന്ന ആളുകൾ മാത്രം ഫീമെയിൽ പപ്പീനെ കൊണ്ടുപോവുക. അല്ലെ ഗാർഡിങ് പർപ്പസിനും കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല, വീട്ടിൽ പെറ്റായിട്ട് കമ്പനിയായിട്ട് കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല. കൂടുതലും നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത് നല്ല റോഡ് വൈലറിനല്ലേ, നല്ല ബ്രീഡിങ്ങിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നല്ല ക്വാളിറ്റി പപ്പീസ് ആ ഒരു പർപ്പസിൽ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോട്ടോ. കാരണം അത്യാവശ്യം ഇപ്പോൾ കൂടുള്ള പപ്പീസിൻ്റെ ഒക്കെ ഹെഡ് സൈസ് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ
അപ്പോൾ ഇത് ഒരു ഫീമെയിലിന് എപ്പോഴും മെയിലിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ച് സൈസ് ജനറലി കുറവായിരിക്കും. ചില സമയത്ത് ചില ലിറ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിരിക്കും. പക്ഷെ ജനറലി ഫീമെയിൽസ് മെയിൽസിന് അത്ര ഉണ്ടാവില്ല. പക്ഷെ നല്ലൊരു ഫീമെയിലാണ് ഇതുപോലുള്ള പപ്പീസിന് ഉണ്ടാക്കി തരുള്ളൂ. ഓക്കെ, അപ്പോൾ മദർ ഡോഗ്സിന് നിങ്ങൾ കാണുന്നില്ല ഈ ഒരു ക്വാളിറ്റിയുള്ള ഫീമെയിൽ, ഇത് നല്ല ഹെഡ് സൈസ് ഉള്ള മെയിലിൽ കൊണ്ട് യൂസ് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ ക്വാളിറ്റിയുള്ള പപ്പീസ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല ഫീമെയിൽ പപ്പീസിനെ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ പപ്പീസ് ഇവിടെ ആൾക്കാർക്ക് അറിയാലേ, പേടിപ്പിക്കലുള്ള കാര്യം ഇവിടെ അയൽവാസികൾക്ക് അറിയാലേ. പിന്നെ ഞാൻ പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ കാണുന്നല്ലേ, പുറത്തൊന്നും ഇറങ്ങിയാൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കോമ്പൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഒച്ചപ്പാടേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഫീമെയിൽ പപ്പി. അപ്പോൾ ഇത്രയും പപ്പീസാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി പപ്പീനെ മദറിനെ കണ്ടെങ്കിൽ പപ്പീസിന് ക്വാളിറ്റി കറക്റ്റ് ആണെങ്കിൽ പപ്പീനെ മദറിനെയും കൂടി നിങ്ങൾ കാണണമല്ലോ. അപ്പോൾ അത് പപ്പീൻ്റെ മദറിനെ കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് പപ്പിയുടെ മദർ എന്ന് പറയുന്നത്. പപ്പീസിന്റെ മദറിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ പേരെന്തായിരുന്നു സബേട്ട? ഇവളുടെ പേര് ഹീര. ഹീര ബോണ്ടിന്റെ കുട്ടിയാണ്. ഓക്കെ, ഇവിടെ ഇമ്പോർട്ടന്റ് കുട്ടിയാണ്. ബോണ്ട് ഒരു സമയത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ ഡോഗ് എന്നുള്ളൊരു ഒരു ഫെയിമിൽ നിന്ന ഡോഗാണ്. അപ്പോൾ അവളുടെ കുട്ടിയാണ് ആ ഫീമെയിൽ വരുന്നത്. രസമായിട്ടുണ്ട്, നല്ല വട്ട മുഖം ഉണ്ടെന്നുള്ള ചില പപ്പീസ് അത് ഇവളുടെ ഹെഡാ കിട്ടിയേക്കണം അല്ലേ. ചില പപ്പീസിന് ഇവിടെ മുഖം കിട്ടിയേക്കണം. നല്ല രസമായിട്ടുള്ള ഒരു ഫീമെയിൽ ആണ്, കോമ്പാക്ട് സൈസ് ഫീമെയിൽ ആണ് അല്ലേ. അപ്പോൾ റോഡ്വൈലർ വലിയ സൈസ് ആണ്, ഒരു കോമ്പാക്ട് സൈസ് ഒക്കെ മതിയും താല്പര്യമുള്ള ആളുകൾക്ക് ഇവിടെ പോലുള്ള പപ്പീസ് അതിലുണ്ട്. അത് നിങ്ങൾ വിളിച്ച് നോക്കിയാൽ മതി കേട്ടോ. കുറച്ച് ഏജുള്ള ആൾക്കാരാണെങ്കിൽ കോമ്പാക്ട് സൈസ് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കോമ്പാക്ട് സൈസ് മതി എന്നാണെങ്കിൽ നിങ്ങൾ ഇവിടെ പോലെ ഇരിക്കുന്ന പപ്പീസിനൊക്കെ ചൂസ് ചെയ്തോ. ഹൈറ്റ് കൊണ്ട് നല്ല പപ്പീസിനെ ചൂസ് ചെയ്തോ, അടിപൊളിയായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സാബു ചേട്ടൻ്റെ നെടുന്തൂടാണ് തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത്. ഇത് ഒരു ചിരിയൊക്കെ ചിരിക്ക് അതാണ്. അപ്പോൾ ചേച്ചിയാണ് സാബു ചേട്ടൻ ഇല്ലാത്ത സമയത്ത് ഡോഗ്സിനെ ടേക്ക് കെയർ ചെയ്യുന്നൊക്കെ അല്ലേ. എന്താ ചേച്ചി എന്തൊക്കെ ചെയ്ത് കൊടുക്കും പറഞ്ഞേ? രാവിലെ എന്റെ കിച്ചണിലെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവരുടെ വർക്കുകളാണ്. ഫുഡ് ഞാൻ കൊടുക്കാറുണ്ട്. പകല് മുഴുവൻ ഞാൻ തന്നെ ഫുഡ് കൊടുക്കാറ്. സാബോട്ടൊന്നും പണിയെടുക്കല്ലേ? ഞാൻ വൈകിട്ട് കൈയൊക്കെ നിർത്തി അപമാനിക്കല്ലേ ഇതല്ലേ. കൈയൊക്കെ ഇച്ചിരി കംപ്ലൈന്റ് ഉള്ള ഇച്ചിരി കുറച്ചേക്കണം കേട്ടോ. കൈക്ക് ഇച്ചിരി കൈവേനൊക്കെ തുടങ്ങി. കൈവേനൊക്കെ തുടങ്ങിയപ്പോ ഇതാക്കി കൈവേന മാറിയിട്ടേ ഇനി നോക്കുള്ളൂ അല്ലേ. ഇതുപോലെ ഡോഗ്സ് നമ്മള് വീട്ടിൽ വാങ്ങുന്ന സമയത്ത്, വീട്ടിൽ വളർത്തുന്ന സമയത്ത് ഇതുപോലെ സപ്പോർട്ടീവ് ആയിരിക്കണം എല്ലാവരും കേട്ടോ. ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കരുത് ഡോഗ് വീട്ടിലുണ്ടാകണം അല്ലേ. നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ ഡോഗിനെ ടേക്ക് കെയർ ചെയ്യാൻ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിന് കഴിയണം. എന്നാൽ മാത്രമേ നമുക്ക് ഡോഗിനെ നന്നായിട്ട് വളർത്താൻ പറ്റുള്ളൂ. എസ്പെഷ്യലി റോട്ട്വൈലർ ഉള്ള കുറച്ച് സൈസുള്ള ബ്രീഡുകളാകുന്ന സമയത്ത് അവരെ പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യണം. അത് ഫുഡ് കുറയാനും പാടില്ല, അപ്പോൾ ഡോഗിന് അത് ഹെൽത്ത് വീക്കാവും. ഫുഡ് കൂടാനും പാടില്ല. അപ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആറ്റം ബോംബ് തിയറി ഒന്നും അല്ല. സംഭവം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ നല്ല ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കണം വീട്ടിലുണ്ടാവേണ്ടത് അല്ലേ. പിന്നെ ഏജി റോട്ട്വൈലർ ഒരു ബ്രീഡ് വളർത്തുന്ന സമയത്ത് ആസ് എ ഹൗസ് വൈഫ്, പുള്ളി നിങ്ങളെ സൈഡ് പറഞ്ഞായിരുന്നു, എന്നാൽ നിങ്ങളെ സൈഡിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ആസ് എ ഹൗസ് വൈഫ് റോട്ട്വൈലേഴ്സ് വീട്ടിലുള്ള സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യണേ? നമുക്ക് നല്ലൊരു ധൈര്യമായിട്ട് വീട്ടിലിരിക്കാം. എങ്ങനെ ധൈര്യമായിട്ട് തന്നെ പുറത്തുനിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഒരു ധൈര്യം ഉണ്ടാവും അല്ലേ, അറിയിക്കും. ഓക്കെ, ഇപ്പോൾ റോട്ട്വൈലർ സാധാരണ ലേഡീസിനെ കൊണ്ടൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പൊതുവെയുള്ളൊരു ധാരണയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ ശരിക്കും? ചേച്ചിക്ക് എന്താ ഫീൽ ചെയ്യണേ? അങ്ങനെയില്ല, എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സ്ത്രീകൾക്കായാലും പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പറ്റും, അതാണ്. അപ്പോൾ പുള്ളിക്കാരി സംസാരിക്കുന്ന ആളല്ല കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കുക. പുള്ളിക്കാരി നമ്മൾ പിടിച്ച് നിർത്തണം. പുള്ളിക്കാരിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഓക്കെ, പക്ഷേ പുള്ളിക്കാരി ഇങ്ങനെ വീഡിയോയിൽ അധികം അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല. അത് കഴിഞ്ഞ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് പപ്പീസിൻ്റെ മദർ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല 3 ഫീമെയിൽ നിങ്ങൾ കണ്ടില്ലേ, 3 ഗംഭീരമായിട്ടുള്ള ഫീമെയിൽസ് ആണ്, നല്ല ഗംഭീരമായിട്ടുള്ള പപ്പീസാണ്. റോട്ട്വൈലറിൻ്റെ പപ്പീസ് കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, റോട്ട്വൈലറിൻ്റെ പപ്പീസ് നല്ല തക്കുടും മുണ്ടപ്പം പപ്പീസ് അടിപൊളി ഗംഭീര സൈസുള്ള പപ്പീസ്. മുണ്ടപ്പം പപ്പീസിനെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, നല്ല സൈസ് വരുന്ന നല്ല ആറ്റിറ്റ്യൂഡുള്ള അത്യാവശ്യം നല്ല ഭംഗിയുള്ള പപ്പീസിനെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ സാബു ചേട്ടൻ ഇസ് ദ ബെസ്റ്റ് ചോയ്സ്. അത് പുള്ളിനെ മുമ്പിൽ നിർത്തി പറയുന്ന കാര്യം വേറെ ഒന്നുമല്ല, പുള്ളി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അത്രയും നന്നായിട്ട് റൈസ് ചെയ്തെടുക്കാൻ പുള്ളി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞുതരും. നല്ല ക്വാളിറ്റി പപ്പീസിനെ നിങ്ങൾ വിളിക്കുക അല്ലേ സാബു ചേട്ടാ? അപ്പോൾ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരൻ്റെ കെന്നലിൻ്റെ നെയിം ഞാനിവിടെ പേര് കെയ്റോസ് കെന്നൽ എന്നാണ് പുള്ളിയുടെ കെന്നലിൻ്റെ പേര്. അപ്പോൾ അത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളെല്ലാ പ്രാവശ്യം ഇവിടെ എത്താറില്ല പപ്പീസ് ഉണ്ടാകുന്ന സമയത്ത്. പുള്ളിൻ്റെ അക്കൗണ്ടുകളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പപ്പീസിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക കേട്ടോ. ഓൾ ഇന്ത്യ ഡെലിവറി പുള്ളി ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പപ്പീനെ എത്തിച്ചേരും. ഡിവോമിങ്ങും വാക്സിനേഷനും ഒക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുള്ള പപ്പീസാണ്. ഇമ്പോർട്ട് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത് പുറത്തെ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഡോഗിൻ്റെ കുട്ടികളാണ്. അപ്പോൾ ക്വാളിറ്റി അത്യാവശ്യം നല്ല സൈസ്, ഇത് രണ്ടും അത്യാവശ്യം നന്നായിട്ട് പ്രോമിസ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള പപ്പീസാണ്. പപ്പീനെ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു വിചാരിക്കുന്നു, നല്ല കളറുള്ള കോട്ടുള്ള പപ്പീസാണ്. സോ റോട്ട്വൈലർ പപ്പീസിൻ്റെ അടിപൊളി പപ്പീസിനെ വിളിച്ചോ കേട്ടോ. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് സബ്ജക്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യല്ലേ? ഒന്ന് ചിരിച്ചേ. അതാ ഒരു ചിരിയാ ഒരു പപ്പി പോകും കേട്ടോ, ചിരി ചിരിച്ചാൽ പപ്പി പോകും, നല്ല ചിരിച്ചു. അപ്പോൾ റോട്ട്വൈലർ പപ്പീസ് നല്ല കിടിലൻ പപ്പീസ് വാങ്ങാനായിട്ട് വിളിക്കുക. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാ ആൾക്കാർക്കും ബൈ ബൈ. ബൈ ബൈ.